ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ ഇസ്തിഗാലി, ഇസ്തിഗാലിൻ്റെ ബാബാണ്. ബാബുമ ഒരു ഇസ്മിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. മാ എന്ന് പറഞ്ഞാൽ ഒന്നിനെ സംബന്ധിച്ച്, ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മ്. നമ്മളിപ്പോൾ ഇസ്മോ ഫീലോ അർഫിനെ കുറിച്ചാണല്ലോ ചർച്ച. ഒരു ഇസ്മിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. യസ്തഗിലു അൻഹു, ആ ഒന്നിനെ ഒഴിവാക്കി ജോലിയാകും. അൽ ഫിഇലു, ഫിഇല് ജോലിയാകും. ബി ലമീരിഹി, ആ ഒന്നിലേക്കുള്ള ലമീറിനോണ്ട് ജോലിയാകും. അപ്പോൾ ഒരു ഇസ്മ, ആ ഇസ്മിനെ ഒഴിവാക്കിയിട്ട് ആ ഇസ്മിൽ അമല് ചെയ്യാതെ, ആ ഇസ്മിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആ ഇസ്മിനെ അമല് ചെയ്യാതെ, അതിൽ അമല് ചെയ്യാതെ അതിലേക്ക് മടങ്ങുന്ന ലമീർ കൊണ്ട് ഫിഇല് ജോലിയാകും. അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. ഉദാഹരണം ഞാൻ ചെയ്ത് വെച്ച വൽ ഖമറ ഖദ്ദർനാഹു. വൽ ഖമറ, ഖമറ എന്നതൊരു ഇസ്മാണ്. അതിനുശേഷം ഒരു ഫിഇല് വന്നിട്ടുണ്ട്. ആ ഫിഇല് ഈ ഇസ്മിനെ ഒഴിവാക്കിയിട്ട് ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ഒരു ലമീറിൽ ജോലിയായിട്ടുണ്ട്, അമല് ചെയ്തിട്ടുണ്ട്. ഫീലിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മഫൂലിനിക്ക് നെസ്ബും ഫായിലിനിക്ക് റഫും കൊടുക്കുക എന്നുള്ളതാണ്. ആ ജോലി അവിടെ എടുത്തിട്ടുണ്ട്. ജോലിയാകുക എന്ന് പറഞ്ഞാൽ ഫീലിൻ്റെ പണി എന്താണ്? ഫീലിൻ്റെ അമൽ എന്താ? ജോലി എന്താണ്? ഫായിലിനിക്ക് റഫും മഫൂലിനിക്ക് നെസ്ബും കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മഫൂലാകുന്ന ഹു എന്ന അതിനിക്ക് നെസ്ബ് കൊടുത്തിട്ടുണ്ട്. ആ വൽ ഖമറ ഖദ്ദർനാഹു, ആ നെസ്ബ് കൊടുത്ത ലമീർ ഉണ്ടല്ലോ, ആ നെസ്ബ് കൊടുത്ത ലമീർ ഖമർ എന്നുള്ള ഇസ്മിലേക്ക് മടങ്ങുന്നതാണ്. അപ്പോൾ ബാബു ഒരധ്യായമാണ്. മാ ഒരു ഇസ്മിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. യസ്തഗിലു ജോലിയാകും, അൻഹു യസ്തഗിലു അൻഹു അതിനെ തൊട്ട്, അതിനെ ഒഴിവാക്കി, ആ ഇസ്മിനെ ഒഴിവാക്കി ജോലിയാകും, അമല് ചെയ്യും. അൽ ഫീലു, ഫിഇല് അമല് ചെയ്യും. ബി ലമീരിഹി, ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീർ കൊണ്ട് അമല് ചെയ്യും. നോക്കാം, ശ്രദ്ധിച്ചോട്ടോ ജുമാന. ഫഇദബ്തദഅത, നീ ആരംഭിച്ചാൽ, ശ്രദ്ധിക്കണേ. ഫഇദബ്തദഅത, നീ തുടങ്ങിയാൽ, ഇസ്മൻ ഒരു ഇസ്മിനെ നീ തുടങ്ങി, ഒരു സംസാരം തുടങ്ങുമ്പോൾ ഒരു ഇസ്മ കൊണ്ടാണ് നീ തുടങ്ങുന്നത്. സുമ്മ അഖ്ബർത അൻഹു, പിന്നെ ആ ഇസ്മിനെ സംബന്ധിച്ച് നീ വിവരം പറയുകയും ചെയ്തു. ബി ഫിഇലിൻ, ഒരു ഫിഇല് കൊണ്ട് വിവരം പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ഇസ്മിനെ നീ ആദ്യം സംസാരിച്ചു. ആ ഇസ്മിനെ സംബന്ധിച്ച് ഒരു ഫിഇലിനെ ആയിട്ടാണ് ഖബർ പറയുന്നത്. അതിനെ ഫീല് കൊണ്ടാണ് പറയുന്നത്. എങ്ങനെയുള്ള ഫീലാണ്? ഇസ്തഗല, ആ ഫിഇല് പണിയെടുത്തിരിക്കുന്നു, ജോലിയായിരിക്കുന്നു. അൻഹു, അതിനെ ഒഴിവാക്കി, ആ ഇസ്മിനെ ഒഴിവാക്കി പണിയെടുത്തിരിക്കുന്നു. ബി ലമീരിഹി, ആ ഇസ്മിൻ്റെ ലമീറിൽ പണിയെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ഇസ്മ ആദ്യം പറയും, പിന്നെ ഒരു ഫീല് പറയും. ആ ഫിഇല് ഈ ഇസ്മിലേക്ക് ജോലി ചെയ്യാതെ, ഈ ഇസ്മിനിക്ക് ഒരു അമലും ചെയ്യാതെ, ആ ഫിഇല് ഇതിലേക്ക് മടങ്ങുന്ന ഒരു ലമീറിൽ ജോലി ചെയ്യും. അങ്ങനെ ചെയ്താൽ ജാസ ഫീഹി, ആ ഇസ്മിൽ അനുവദനീയമാണ്. റഫ്ഉം അനുവദനീയമാണ്. വന്നസ്ബു, നസ്ബും അനുവദനീയമാണ്. അപ്പം ഒന്ന് ചർച്ച, ഇത്രേ ഉള്ളൂ ഒന്ന് ചർച്ച ചെയ്തു. ഒരു ഇസ്മു കൊണ്ട് ആരംഭിച്ചു. ഉദാഹരണം നോക്ക്, സൈദുൻ ലറബ്തുഹു. അവിടെ നോക്ക്, സൈദ് എന്നുള്ളത് കൊണ്ട് നീ സംസാരം ആരംഭിച്ചു. ലറബ്തുഹു എന്നൊരു ഫിഇലാണ് ശേഷം പറഞ്ഞത്. ഈ ലറബ്തു എന്നുള്ളത്, ലറബ എന്ന ഫിഇല് അമല് ചെയ്തത് സൈദ് എന്നുള്ളതിലല്ല. എന്തിലാണ് അമൽ ചെയ്തിരിക്കുന്നത്? അതിലേക്ക് മടങ്ങുന്ന ഹു എന്ന ലമീറിലാണ് അമൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരവസരം വന്നു കഴിഞ്ഞാൽ ആ ഇസ്മിൽ, നീ തുടങ്ങിയ ഒരു ഇസ്മുണ്ടല്ലോ, ആ ഇസ്മിൽ നിനക്ക് റഫ്ഉം ചെയ്യാം, നസ്ബും ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ? യെസ്. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ. സൈദുൻ ലറബ്തുഹു എന്ന നിന്റെ വാക്ക് പോലെ. അവിടെ സൈദൻ ലറബ്തുഹു എന്നും വായിക്കാം. റഫഅത, നീ റഫ്ഉ ചെയ്തിരിക്കുന്നു. സൈദൻ, സൈദ് എന്നുള്ളതിനിക്ക് നീ റഫ്ഉ ചെയ്തിരിക്കുന്നു. ബിൽ ഇബ്തിദാഇ, ഇബ്തിദാ കൊണ്ട്. അപ്പം അത് മുബ്തദ ആണ്. മുബ്തദയിനെ അമല് ചെയ്തത്, മുബ്തദയിന് റഫു കൊടുത്തത് ഇബ്തിദാ എന്ന മാനവിയായ അമലാണല്ലോ. അപ്പോൾ അതെന്തായിട്ടുണ്ട്?
ഇബ്തിദാ കൊണ്ട് അതിന് റഫ് കിട്ടിയിട്ടുണ്ട്. ഫഹുവൽ ഇഖ്തിയാറു, അതാണ് പ്രബലമായ അഭിപ്രായം. പ്രബലം അതാണ്. അവിടെ എന്ത് കൊടുക്കണം എന്നുള്ള തന്നെയാണ്, റഫ് കൊടുക്കണം തന്നെ. ഇനി ഫഇൻ നസബ്തഹു, നീ ആ സെയ്ദ് എന്നുള്ളതിനേക്ക് നീ നസ്ബ് ചെയ്താൽ, ഫഖുൽത, എന്നിട്ട് നീ പറയുകയും ചെയ്തു, സൈദൻ ലറബ്തഹു എന്ന് പറഞ്ഞു, സൈദൻ ലറബ്തഹു എന്ന് പറഞ്ഞു. എന്നാൽ കാന നസ്ബൻ, അത് നസ്ബ് വെക്കപ്പെട്ടതാകും. ആ ഇസ്മേ, ആ സൈദ് എന്ന ഇസ്മ നസ്ബ് വെക്കപ്പെട്ടതാകും. ബിഫിഇലിൻ മുദ്മരിൻ, മറക്കപ്പെട്ട ഒരു ഫീല് കൊണ്ട്. മറക്കപ്പെട്ട ഒരു ഫീല് കൊണ്ട്. എങ്ങനെയുള്ള മറക്കപ്പെട്ട ഫീലാണ്? യുഫസ്സിറുഹു, ആ മറക്കപ്പെട്ട ഫിഇലിനെ വിശദീകരിക്കും. മാ ബഅദഹു, ആ സെയ്ദ് എന്ന ഇസ്മിന് ശേഷമുള്ള ഒന്ന്, സെയ്ദ് എന്ന ഇസ്മിന് ശേഷമുള്ള ഒന്ന് അതിനെ വിശദീകരിക്കും. അങ്ങനെയുള്ള മറക്കപ്പെട്ട ഒരു ഫിഇല് കൊണ്ട് ആ ഇസ്മ് നസ്ബ് കിട്ടുന്നതാകും. നോക്കി നിങ്ങൾ, വത്തഖ്ദീറു, സങ്കൽപ്പന. എന്താ സങ്കൽപ്പന? എന്താ സങ്കൽപ്പന? ലറബ്തു സൈദൻ ലറബ്തുഹു. കണ്ടോ? ലറബ്തു സൈദൻ ലറബ്തുഹു. ഓക്കെ. അപ്പോൾ ചോദ്യം, എന്നാ പിന്നെ ഇവിടെ ഉള്ളത് തന്നെ ആയിക്കൂടെ? വലാ യകൂനു നസ്ബൻ, ആ ഇസ്മ ആവുന്നതല്ല നസ്ബൻ, നസ്ബ് വെക്കപ്പെട്ടതാവൂല. ബിഹാദൽ ഫിഇലിൽ ലാഹിരി, ഈ ലാഹിറായ ഫീല് കൊണ്ട്. ഇവിടെ ഒരു ലാഹിറായ ഫീലുണ്ട്, ലറബ്തുഹു എന്നുള്ള ലാഹിറായ ഫീലുണ്ട്, മറക്കപ്പെടാത്ത വ്യക്തമാക്കി പറഞ്ഞൊരു ഫീലുണ്ട്. അതുകൊണ്ട് നസ്ബ് കിട്ടപ്പെട്ടതാവാൻ പറ്റില്ല. അല്ലദീ ഹുവ തഫ്സീറുൽ മുദ്മർ, ആ മുദ്മറിനെ, മറക്കപ്പെട്ട ഫീലിനെ വിശദീകരിക്കുന്ന ഒരു ലാഹിറായ ഫീല് കൊണ്ട്, ആ ലാഹിറായ ഫീല് കൊണ്ട് അതിന് നസ്ബ് കിട്ടിയ അവസ്ഥയിലാവൽ പറ്റൂല. എന്താ അതിന് കാരണം? ലിഅന്നക, കാരണം നീ, ശഗൽതഹു, നീ ആ ഫിഇലിനെ ജോലി എടുപ്പിച്ചു. ബില്ലമീരി, എവിടെ ജോലി എടുപ്പിച്ചു? ലമീറിൽ ജോലി എടുപ്പിച്ചു. ലറബ്തുഹു എന്ന ഹു എന്ന ലമീറിൽ ജോലി എടുപ്പിച്ചു. അപ്പോൾ ഫലാ യഅമലു ഫീ ശൈഇൻ ആഖറ, മറ്റൊന്നിലും അത് അമൽ ചെയ്യൂല. നേരെ മറിച്ച് ആ ലമീർ ഇല്ലെങ്കിൽ ഇപ്പുറത്തുമാണെങ്കിൽ അങ്ങനെ വായിക്കായിരുന്നു. പക്ഷെ ലമീറുണ്ട്, ആ ലമീറിൽ നീ ആ ഫീലിനെ പണിയെടുപ്പിച്ചു. രണ്ടെണ്ണത്തിനും പാടെ പണിയെടുക്കുക എന്നുള്ള ഒരു കഴിവ് ഇതിനില്ല. അതുകൊണ്ട് ഇവിടെ ആ നസ്ബ് കിട്ടാനുള്ള കാരണം ഒരു മറക്കപ്പെട്ടതായ ഒരു ഫീലാണ്. ആ ഫീലിനെ ശേഷമുള്ള ലറബ്തു എന്നത് എന്താകുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എവിടെ? ഫൈസ, സെറീന, ഓക്കെ. ഇനി നോക്ക്, അപ്പം അതിനൊരു തെളിവ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയാണ്. വഖദ് ഖുരിഅ, പാരായണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഖൗലുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ വാക്ക് പാരായണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ബിർറഫഇ വന്നസ്ബി, റഫ് കൊണ്ടും വന്നസ്ബി, നസ്ബ് കൊണ്ടും ഓതപ്പെട്ടിട്ടുണ്ട്. അലാമാദക്കറിനാവും, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം. നസ്ബാവുമ്പോൾ എങ്ങനെ ആയിരിക്കും? റഫാവുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഇബ്തിദാ കൊണ്ടായിരിക്കും. നസ്ബാവുമ്പോൾ ഒരു മറക്കപ്പെട്ട ഒരു ഫീല് കൊണ്ട് അതിന് നസ്ബ് കിട്ടി. അപ്പോൾ വത്തഖ്ദീറു, സങ്കൽപ്പന, ഖദ്ദർനൽ ഖമറ ഖദ്ദർനാഹു എന്നാണ് സങ്കൽപ്പനയിൽ ഉണ്ടാകുക. ഖദ്ദർനൽ ഖമറ ഖദ്ദർനാഹു. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, പ്രശ്നമല്ലോ. ബാക്കി പറഞ്ഞൂടെ? ഇനി ഒരു ചർച്ച. യെസ്, ഫഇദാ ദക്കർത, നീ എന്ത് ചെയ്തു? പറഞ്ഞാൽ. ഫഇദാ ദക്കർത, നീ പറഞ്ഞാൽ. ഖബ്ലഹു, ആ ഇസ്മിൻ്റെ മുമ്പ് ഫിഇലൻ, ഒരു ഫീലിനെ പറഞ്ഞു. ആ ഇസ്മിൻ്റെ മുമ്പ് എന്ത് ചെയ്തു? ഒരു ഫീലിനെ പറഞ്ഞു. വഅതഫ്ത അലൈഹി, നീ ആ ഫിഇലിൻ്റെ മേൽ എന്താവുകയും ചെയ്തു? അത്ഫ് ചെയ്യുകയും ചെയ്തു.
അതിൻ്റെ മേൽ അത്തഫ് ചെയ്ത് പറയുകയും ചെയ്തു. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ. ശ്രദ്ധിക്കണേ, ലഖീതു അംറൻ വസൈദൻ ലറബ്തുഹു. ഉണ്ടോ ഇവിടെ ലഖീതു ലഖീതു അംറൻ വസൈദൻ ലറബ്തുഹു. ഇവിടെ നോക്ക് നിങ്ങൾ, സൈദൻ എന്നാണ് അവിടെ ഉള്ളത്. സൈദൻ എന്ന തുടങ്ങുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്തു അറിയോ? ഒരു ഫീല് പറഞ്ഞു. എവിടെ ഫീല് പറഞ്ഞിരിക്കണം? ലഖീതു എന്നുള്ളൊരു ഫീല് പറഞ്ഞു. അതിൻ്റെ ഒരു മഫൂൽ അവിടെ പറഞ്ഞു. ഒരു ഫീലും ഒരു ഫായിലും ഒരു മഫൂലും പറഞ്ഞു. എന്നിട്ട് ആ ഫിഇലിനെ നീ എന്താവുകയും ചെയ്തു? അതിൻ്റെ മേൽ, ആ ഫിഇലിൻ്റെ മേൽ നീ ഈ സൈദൻ ലറബ്തുഹു എന്നുള്ളതിനെ അത്ഫ് ചെയ്യുകയും ചെയ്തു. നേരത്തെ നമ്മളൊരു ഇസ്മു മാത്രമേ പറഞ്ഞുള്ളൂ, ശേഷം ഒരു ഫീലും പറഞ്ഞു. ഇനി പറഞ്ഞല്ല, ഒരു ഇസ്മു പറഞ്ഞു, ശേഷം ഒരു ഫീലും പറഞ്ഞു. ഇതിനെ വേറൊരു ഫീലിൻ്റെ മേൽ അത്ഫ് ചെയ്ത് പറയുകയും ചെയ്തു. അപ്പം അതിൻ്റെ മുമ്പൊരു ഫീലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ സംഗതികളൊക്കെ വന്നു. എന്നാൽ അവിടെ എന്താ ചെയ്യുക? കാനൽ ഇഖ്തിയാറു, അവിടെ പ്രബലമായത് അന്നസ്ബ, നസ്ബാണ്. അവിടെ പ്രബലമായത് എന്താണ്? നസ്ബാണ്. ലഖീതു അംറൻ, ഞാൻ അംറിനെ കണ്ടു. വസൈദൻ ലറബ്തുഹു, സൈദിനെ ഞാൻ അടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അർത്ഥം. ലഖീതു അംറൻ, ഞാൻ അംറിനെ കണ്ടു. വസൈദൻ ലറബ്തുഹു, ഞാൻ സൈദിനെ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ അത്ഫ് ചെയ്ത് വരുന്ന സമയത്ത്, മറ്റൊരു ഫിഅലിൻ്റെ മേൽ അത്ഫ് ചെയ്തു വരുന്ന സമയത്ത് അവിടെ ഇഖ്തിയാർ, പ്രബലം. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ പ്രബലം, ചോയ്സ്, നല്ല ചോയ്സ് ഏതാണ്? അന്നസ്ബ, നസ്ബാണ്. എന്താ അങ്ങനെ നസ്ബ് ചെയ്യാൻ കാരണം? ലിഅന്നക, കാരണം നീ അത്ഫത, നീ അത്ഫ് ചെയ്തിരിക്കുന്നു. അൽ ഫിഅലൽ മുഖദ്ദറ, സങ്കൽപ്പിക്കപ്പെടുന്ന ഫിഅലിനെ നീ അത്ഫ് ചെയ്തിരിക്കുന്നു. അലാ ഫിഅലിൻ ലാഹിരിൻ, ലാഹിറായ ഫിഅലിൻ്റെ മേൽ. ലാഹിറായ ഫിഅലിൻ്റെ മേൽ എന്തായിരിക്കുന്നു? നീ അത്ഫ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സങ്കല്പിക്കപ്പെടുന്ന ഒരു ഫീലുണ്ട് അവിടെ, ലറബ്തു എന്നുള്ളൊരു ഫീലുണ്ട്. അതിനെയാണ് ലഖീതു എന്നുള്ളതിൻ്റെ മേൽ എന്ത് ചെയ്തിരിക്കുന്നത്? അത്ഫ് ചെയ്തിരിക്കുന്നത്. വത്തഖ്ദീറു, ശ്രദ്ധിക്കണേ, സങ്കൽപ്പിക്കൽ ലഖീതു അംറൻ വലറബ്തു സൈദൻ ലറബ്തുഹു എന്നുള്ളതാണ്. ലഖീതു അംറൻ വലറബ്തു. അപ്പോൾ വലറബ്തു എന്നുള്ളത് ലഖീതു എന്നുള്ള ഫീലിൻ്റെ മേൽ അത്ഫാണ്. അപ്പോൾ ഫീലിൻ്റെ മേലാണ് അത്ഫ് ചെയ്യുന്നത്. അപ്പോൾ സൈദൻ എന്നുള്ളതിൻ്റെ മുമ്പ് ലറബ്തു എന്ന് വായിച്ച് അവിടെ ഏറ്റവും പ്രബലം സൈദ് എന്നുള്ളത് എനിക്ക് അവിടെ നസ്ബ് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സിമ്പിളാണ്. ഓക്കെ ആണോ? മനസ്സിലാവാത്ത ചോദിച്ചോ ഷംന. ഇവിടെ യെസ്, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നസ്ബും റഫും പറ്റും. അവിടെ റഫ് ആണ് കൂടുതൽ കൂടുതൽ പ്രബലം എന്ന് പറഞ്ഞത് ക്ലിയർ അല്ലേ ഫൈസ? അതൊക്കെയാണ്. ഓക്കെ. ഇനി പറയുന്നത് അങ്ങനത്തെ ഒരു ഇസ്മും അങ്ങനത്തെ ഒരു ഫീലും അങ്ങനെ ജോലിയായ ഫീലിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ മുമ്പൊരു ഫിഇല് പറഞ്ഞു, അതിൻ്റെ മുമ്പൊരു ഫീല് പറഞ്ഞു. ആ ഫീലിൻ്റെ മേൽ ഇതിനെ അത്ഫും ചെയ്തു. ആ ഒരു ഫീലിൻ്റെ മേൽ ഇതിനെ അത്ഫും ചെയ്തു. ആ വാവ് കണ്ടവിടെ ലഖീതു അംറൻ വ എന്ന അത്ഫിൻ്റെ അക്ഷരം കൊണ്ട് അത്ഫ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവിടെയും രണ്ടും വായിക്കാം, സൈദുന്നും വായിക്കാം സൈദനും വായിക്കാം. പക്ഷെ അവിടെ ഏറ്റവും നല്ലത് സൈദൻ എന്നുള്ളതാണ്. സൈദൻ എന്ന് വായിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഫിഇലിൻ്റെ മേൽ അത്ഫ് ചെയ്തു എന്ന് പറയാം. ഫിഇലിനെ ഇസ്മിൻ്റെ മേൽ അത്ഫ് ചെയ്യൽ വളരെ അപൂർവമാണ്. അപ്പോൾ സൈദൻ എന്ന് വായിക്കുമ്പോൾ എന്തായാലും അവിടെ ലറബ്തു എന്ന് സങ്കല്പിക്കണമല്ലോ. ലറബ്തു എന്ന് എന്ത് ചെയ്യണം? സങ്കല്പിക്കണം. അപ്പോൾ ആ ലറബ്തു എന്നുള്ള സങ്കല്പിക്കപ്പെടുന്ന ഫീലിനെയാണ് ലഖീതു എന്ന ലാഹിറായ ഫീലിൻ്റെ മേൽ അത്ഫ് ചെയ്തത്. അങ്ങനെ പറയലാണ് ഏറ്റവും നല്ലത് എന്ന്. ഓക്കെ ആണോ ഫൈസ? കാശിഫ, സെറീന, ജുമാന? സിമ്പിളുള്ളൂ. നമ്മളിതിൻ്റെ മർമ്മം മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഇസ്മിനെ നമ്മൾ പറഞ്ഞു, ശേഷം ഒരു ഫീല് പറഞ്ഞു. ആ ഫീലിനെ ഈ ഇസ്മിലേക്ക് പണി കൊടുക്കാതെ ഈ ഇസ്മിലേക്ക് മടങ്ങുന്ന ഒരു ദമീറിൽ പണി കൊടുത്തു. അപ്പോൾ പിന്നെ ഈ ഇസ്മിനിക്ക് എന്താ വായിക്കുക? റഫു വായിക്കാൻ പറ്റുമോ? നസ്ബ് വായിക്കാൻ പറ്റുമോ?
അപ്പോൾ റഫും വായിക്കാം നെസ്ബും വായിക്കാം. റഫ് ആണ് ഏറ്റവും നല്ലത് മുബ്തദ് എന്ന നിലക്ക് എന്ന് പറഞ്ഞു. നെസ്ബും വായിക്കാം. അപ്പോൾ നെസ്ബ് എങ്ങനെ കിട്ടിയത്? അത് ശേഷമുള്ള ഫീല് നിന്ന് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ മുമ്പ് ഒരു ഫീല് മറക്കപ്പെട്ടിട്ടുണ്ട്. ആ മറക്കപ്പെട്ട ഫീലിൻ്റെ മഫൂലായിട്ടാണ് വരിക. ജസ്റ്റ് അത്രേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ. പിന്നെ പറഞ്ഞു അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള ഇസ്മിൻ്റെ മുമ്പ് ഒരു ഫീലും അനുബന്ധ കാര്യങ്ങളും വന്നു. അതിൻ്റെ മേൽ ഇതിനെ അത്ഫും ചെയ്താൽ ഫിയലിൻ്റെ മേൽ അത്ഫ് ചെയ്യലാണ് ഏറ്റവും ശരിയായ രൂപം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഫിയലുണ്ട് എന്ന് അവിടെ സങ്കല്പിക്കണം. അപ്പോൾ പിന്നെ അവിടെ എന്ത് വായിക്കലാണ് ഏറ്റവും നല്ലത്? നെസ്ബ് വായിക്കലാണ് ഏറ്റവും നല്ലത്. ഞാൻ തെളിവ് പറയാം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വൽ അൻആമ ഖലഖഹാ ലക്കും, വൽ അൻആമ ഖലഖഹാ ലക്കും. അങ്ങനെ അവിടെ ഓത്ത് ബിൻ നെസ്ബ് ചെയ്തുകൊണ്ട് അള്ളാഹു ഓതിയത് വൽ അൻആമ. അതെന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ ഓതാൻ കാരണം? ലിദിക്രിൽ ഫിഅലി ഖബ്ലഹു, അതിൻ്റെ മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഫിഅലിനെ പറഞ്ഞതിന് വേണ്ടി. വഹു അതേതാ ഫിഅല്? ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. അവിടെ ഉണ്ടോ ഖലഖൽ ഇൻസാന, അതും അതിൻ്റെ ഫിഅലും ഒക്കെ പാടെ പറഞ്ഞു. എന്നിട്ട് വൽ അൻആമ ഖലഖഹാ ലക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? വൽ അൻആമ എന്ന് ഓതി. വാവ് എന്നുള്ളത് ഇതിൻ്റെ മേലെ അത്ഫാണ്. ഖലഖൽ ഇൻസാൻ എന്നുള്ള ജുംലിൻ്റെ മേലെ അത്ഫാണ്. അപ്പോൾ അത്ഫ് ചെയ്യുമ്പോൾ ഖലഖഹ എന്ന അത് ഹ എന്നുള്ളത് അതിൻ്റെ ശുഗലായിട്ട് അത് ആ ഖലഖ അമല് ചെയ്തതാണ്, ജോലിയായതാണ്. അപ്പോൾ പിന്നെ ഇവിടെ വൽ അൻആമ എന്ന് വായിക്കുമ്പോൾ അതിനെ വിശദീകരിക്കുന്നതും ഖലഖ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സങ്കല്പനയിൽ എന്താ ഉണ്ടാകുക? വഖലഖൽ അൻആമ ഖലഖഹാ ലക്കും, വഖലഖൽ അൻആമ ഖലഖഹാ ലക്കും എന്ന് സങ്കല്പനയിലുണ്ടാവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി മറ്റൊരു ചർച്ച, ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച തന്നെയാണ്. ഇനി ആ ഇസ്മ ഒരു ഇസ്തിഫ്ഹാമിൻ്റെ ചോദ്യം ചോദിക്കുന്ന ഒരു ഹർഫിൻ്റെ മേൽ ഒപ്പം വന്നു, അല്ലെങ്കിൽ നഫിൻ്റെ ഹർഫിൻ്റെ മേൽ ഒപ്പം വന്നു. ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫിൻ്റെ മേലോ അല്ലെങ്കിൽ നഫീൻ്റെ ഹർഫിൻ്റെ മേലോ കൂടെ വന്നു. എന്നാൽ ലാ യകൂനു ഇല്ലാ നസ്ബ, അവിടെ നസ്ബ് അല്ലാതെ ഉണ്ടാവില്ല. നസ്ബ് അല്ലാതെ ഉണ്ടാവില്ല. അവിടെ എന്തേ പറ്റൂ? നസ്ബേ പറ്റൂ. കാരണം ഇസ്തിഫ്ഹാമിൻ്റെ അക്ഷരം, നഫീൻ്റെ അക്ഷരം, ഇവകൾക്കൊക്കെ ശേഷം ഒരു ഇസ്മു വന്നാൽ അവിടെ ഒരു ഫിഇലിനെയാണ് അവകൾ തേടുക. ഇസ്തിഫാമിൻ്റെ അക്ഷരവും നഫീൻ്റെ അക്ഷരമൊക്കെ ഒരു ഫിഇല് ശേഷം വരുന്നതിനെ തേടുക. അപ്പോൾ ഇവിടെ ഇസ്മു വന്നാൽ മനസ്സിലാക്കണം അവിടെ എന്തുണ്ട്? ഒരു ഫീലുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ഫിഇലിനെ വിശദീകരിക്കുന്ന ഒന്നാണ് ശേഷമുള്ളത്. അപ്പോൾ അതിന് നസ്ബേ പറ്റൂ, മറ്റൊന്നും റഫ് എന്താവില്ല, ഇവിടെ പറ്റൂല. നോക്കുക ഇനി. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം റഫ് ഇഖ്തിയാറാകുന്നത് പറഞ്ഞു, രണ്ടാമത് അത്ഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നസ്ബ് ഇഖ്തിയാറാകുന്നത് പറഞ്ഞു. ഇനി മൂന്നാമത്തത് വീണ്ടും നസ്ബ് മാത്രം ഇഖ്തിയാറാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. നസ്ബ് മാത്രം, പ്രബലം ഇത് മാത്രമേ ഉള്ളൂ, മറ്റേതില്ല. നെഹ്വേതുപോലെ ഫൈൻ കാന, ഇനി ആ ഇസ്മ ആയാൽ മുഅ്തമിദൻ, കൂടെ വന്നാൽ, അത് ഒപ്പം വന്നാൽ, എന്തിൻ്റെ മേലൊപ്പം വന്നു? എന്തിനോടൊപ്പം വന്നു? അലാ ഹർഫിൽ ഇസ്തിഫ്ഹാം, ഇസ്തിഫ്ഹാമിൻ്റെ അക്ഷരത്തിൻ്റെ മേൽ ഒപ്പം വന്നു. ഔ ഹർഫിൻ നഫി, അല്ലെങ്കിൽ നഫിൻ്റെ ഹർഫിൻ്റെ മേൽ ഒപ്പം വന്നു. എന്നാൽ ലാ യകൂനു, ആ ഇസ്മാവൂല ഇല്ലാ നസ്ബൻ, നസ്ബു വെക്കപ്പെട്ടതല്ലാതെ ഒന്നും ആവൂല. നഹ്വു ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കുപോലെ, അബശറം മിന്നാ വാഹിദൻ നത്തബിഉഹു. അബശറൻ, ആ എന്നുള്ള ഇസ്തിഫാമിൻ്റെ അക്ഷരാണ്. ബശറൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്ബാണ് ഓതിയത്. അപ്പോൾ വത്തഖ്ദീറു, സങ്കൽപ്പന, അനത്തബിഉ ബശറൻ മിന്നാ, അനത്തബിഉ ബശറൻ മിന്നാ വാഹിദൻ നത്തബിഉ. വനഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ, മാ സൈദൻ റഅയ്തുഹു,
മാ സൈദൻ റഅയ്തുഹു, അവിടെ വത്തഖ്ദീറു മാ റഅയ്തു സൈദൻ റഅയ്തുഹു എന്നാണ് അവിടെ സങ്കല്പനയിൽ. അവിടെ നസ്ബ് മാത്രമേ പറ്റൂ. കാരണം എന്താ? ലിഅന്നൽ ഇസ്തിഫ്ഹാമ, തീർച്ചയായും ഇസ്തിഫ്ഹാം, വൻ നഫിയ, നഫിയും, യഖ്തളിയാനി, അവ രണ്ടും തേടുന്നതാണ് അൽ ഫിഅല, ഫിഅലിനെ തേടുന്നതാണ്. രണ്ടെന്തിനെ തേടും? ഫിഅലിനെ തേടുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതിൽ സംശയം ഉണ്ടോ? സിമ്പിൾ അല്ലേ?